എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഷെയർ ചെയ്യുന്നത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് കോംബോ റെസിപ്പിയാണ്. നല്ല മൊരിഞ്ഞതും നല്ല പഞ്ഞി പോലെ ഇരിക്കുന്ന അപ്പവും അപ്പത്തിൻ്റെ കൂടെ സെർവ് ചെയ്യുന്നത് ചിക്കൻ സ്റ്റൂ ആണ്. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല രുചിയുള്ള ഒരു റെസിപ്പിയാണ്. എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പം തയ്യാറാക്കാൻ വേണ്ടി ഓവർനൈറ്റ് പച്ചരി കുതിർത്തി വെക്കണം. ഓവർനൈറ്റ് അല്ലാന്നുണ്ടെങ്കിൽ മിനിമം ഒരു 8 മണിക്കൂറെങ്കിലും പച്ചരി കുതിർത്തി വെക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ള 58 പച്ചരിയാണ്. ഇതാണെങ്കിൽ വളരെ ഈസി ആയിട്ട് കുതിർന്ന് കിട്ടുന്നതാണ്. സാധാരണ പച്ചരി എടുക്കാം. നന്നായി കഴുകിയതിന് ശേഷം മാത്രം പച്ചരി കുതിർത്തി വെക്കാം. 2 കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. രാവിലെ ഒരു മിക്സിയുടെ വലിയ ജാറിലേക്ക് ഈ കുതിർത്തി വെച്ചിട്ടുള്ള പച്ചരി ചേർത്ത് കൊടുക്കാം. 2 കപ്പ് പച്ചരി എടുക്കുമ്പോൾ അതിലേക്ക് 1 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങ ചിരവിയത് ഫ്രഷ് ആയിട്ട് ചേർക്കാം. ഡെസിക്കേറ്റഡ് കോക്കനട്ട് ആണെങ്കിൽ കുറച്ച് നേരം ഒന്ന് വെള്ളത്തിൽ കുതിർത്തി വെച്ചതിന് ശേഷം ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/4 കപ്പ് വേവിച്ച ചോറ് ചേർക്കാം. വൈറ്റ് റൈസോ ബോയിൽഡ് റൈസോ ചേർക്കാവുന്നതാണ്. രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കാം. 1/4 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർക്കാം. ഇൻഗ്രീഡിയൻസ് എല്ലാം മുങ്ങിക്കിടക്കാൻ പാകത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർത്തതിന് ശേഷം എല്ലാ ഇൻഗ്രീഡിയൻസും അതിൽ മുങ്ങിക്കിടക്കുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി. അത് ഓരോരുത്തരുടെ എടുക്കുന്നത് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അതനുസരിച്ച് ചേർത്ത് കൊടുക്കാം. വെള്ളം ഒരുപാട് മുകളിലായിട്ട് ചേർത്ത് കൊടുക്കരുത്. കറക്റ്റ് ആ ഒരു ഇൻഗ്രീഡിയൻസ് ജസ്റ്റ് ഒന്ന് മുങ്ങിക്കിടക്കാൻ പാകത്തിന് മാത്രം വെള്ളം ചേർത്ത് കൊടുത്ത് ഇത് നന്നായി അരച്ചെടുക്കാം. ഒരു 2 മിനിറ്റ് അരച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് ഈസ്റ്റ് ചേർക്കണം. ഞാനിവിടെ ആക്റ്റീവ് ഡ്രൈ ഈസ്റ്റാണ് ചേർക്കുന്നത്. സാധാരണ അല്ലാത്ത ഈസ്റ്റും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതുപോലുള്ള പൊടി ഈസ്റ്റാണ് ചേർത്തിട്ടുള്ളത്. ഇനി ഇത് 2 മിനിറ്റ് കൂടി നല്ല ഹൈ ഫ്ലെയിമിലൊന്ന് അരച്ചെടുക്കാം. കുറച്ച് വലിയൊരു ബൗളിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. കാരണം ഇത് പൊന്തി വരാനുള്ളതാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് വലിയ പാത്രത്തിൽ ഈ ഒരു ബാറ്റർ ഒഴിച്ചു കൊടുക്കണം. അതിനുശേഷം ഒന്നങ്ങ് ഇളക്കിയതിന് ശേഷം അടച്ച് വെക്കാം. 1 മണിക്കൂറിൽ ഈ ഒരു ബാറ്റർ നല്ലതുപോലെ പൊന്തി വരും. സ്റ്റൂ തയ്യാറാക്കാൻ വേണ്ടി 2 ഉരുളക്കിഴങ്ങ്, 1 ക്യാരറ്റ്, 1 തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു 250 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. വെജിറ്റബിൾസ് ഒക്കെ ചേർക്കുന്നതുകൊണ്ട് തന്നെ ചിക്കൻ ആ ഒരു പ്രൊപ്പോർഷനിൽ എടുക്കുന്നതാണ് നല്ലത്. വളരെ കുറച്ച് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. നന്നായി കഴുകി വൃത്തിയാക്കി ചെറിയ പീസസ് ആയിട്ടാണ് മുറിച്ചെടുത്തിട്ടുള്ളത്. ഉരുളക്കിഴങ്ങും ക്യാരറ്റും തൊലി കളഞ്ഞതിന് ശേഷം ചെറിയ പീസസ് ആയിട്ട് മുറിച്ചെടുക്കാം. തൊലി കളഞ്ഞിട്ട് കളറ് മാറിപ്പോവാതിരിക്കാൻ ചെറിയ പീസായിട്ട് മുറിച്ചിട്ട് വെള്ളത്തിലേക്ക് ഇടുന്നത് നല്ലതായിരിക്കും. തക്കാളിയും നന്നായി കഴുകിയതിന് ശേഷം ചെറിയ കഷ്ണങ്ങളാക്കി മുറിക്കാം.
ഇതിലേക്ക് ഒരു പകുതി പോർഷൻ സവാള ആവശ്യമുണ്ട്. അതുപോലെ 2-3 ചെറിയുള്ളിയും ഒരു പച്ചമുളക് കൂടി ഇതിലേക്ക് എടുത്ത് വയ്ക്കാം. ഈ ഒരു ചിക്കൻ സ്റ്റൂ തയ്യാറാക്കാൻ വേണ്ടി ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. ചട്ടിയിലേക്ക് നേരത്തെ മുറിച്ച് വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. ചെറിയുള്ളി ചെറുതായി മുറിച്ചത് ചേർക്കാം. പച്ചമുളക് ചേർക്കാം. പച്ചമുളക് ഞാനിവിടെ ഒന്നേ എടുത്തിട്ടുള്ളൂ. നല്ല എരിവുള്ള പച്ചമുളകാണ്. നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇവിടെ എരിവ് കുറച്ചാണ് ഞാൻ എടുക്കാറ്. ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചതോ ക്രഷ് ചെയ്ത കുരുമുളകോ ചേർക്കാം. 1 ടീസ്പൂൺ തന്നെ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഈ കഷ്ണങ്ങൾ വേവിച്ചെടുക്കുന്നത് തേങ്ങാപ്പാലിലാണ്. അരമുറി തേങ്ങ ചിരവിയത്, 1/2 കപ്പ് വെള്ളം ഉപയോഗിച്ചിട്ട് ആദ്യം ഒന്ന് അടിച്ചെടുക്കുക. അത് പിഴിഞ്ഞെടുക്കുന്നതാണ് 1-ാം പാല്. രണ്ടാമത് അടിച്ചെടുക്കുമ്പോൾ അതിലേക്കൊരു 2-3 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നല്ലതുപോലെ അടിച്ച് ഒന്ന് പിഴിഞ്ഞെടുക്കാം. ഇങ്ങനെ എടുത്തിട്ടുള്ള 2-ാം പാലിലാണ് ഈ ഒരു കഷ്ണങ്ങൾ വേവിച്ചെടുക്കേണ്ടത്. ഇത് തിളയ്ക്കുന്നത് വരെ ഹൈ ഫ്ലെയിമിൽ വയ്ക്കുക. അതിനുശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 20 മിനിറ്റ് വെച്ച് കൊടുക്കുക. കഷ്ണങ്ങളും ചിക്കനും നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ടാവും. ഇതിലേക്കുള്ള മസാല തയ്യാറാക്കാൻ വേണ്ടി ഒരു പാനോ ചീനച്ചട്ടിയോ ചൂടാക്കി 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 2 ചെറിയ കഷ്ണം പട്ട, 4-5 ഏലക്കായ, 4-5 ഗ്രാമ്പൂ ചേർത്ത് ഇതിലേക്ക് വഴറ്റി കൊടുക്കാം. ഒരു പകുതി പോർഷൻ സവാള ചെറുതായി മുറിച്ചത് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം. ഒരു തക്കാളി ചെറുതായി മുറിച്ചത് ചേർക്കാം. നല്ലതുപോലെ വഴറ്റിയെടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തക്കാളിയും അതുപോലെ സവാളയെല്ലാം നന്നായി വേവുന്നത് വരെ വെയിറ്റ് ചെയ്യാം. പച്ചമണം എല്ലാം നന്നായി പോയതിന് ശേഷം ഇതിലേക്ക് ഒരു കൈപ്പിടി കാഷ്നട്ടും കിസ്മിസും ചേർക്കാം. ഇതെല്ലാം സെപ്പറേറ്റ് ആയിട്ട് എണ്ണയിൽ വറുത്തിടുന്നത് നല്ലതാണ്. പക്ഷേ എണ്ണ കുറവായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്തത്. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. 1 ടേബിൾ സ്പൂൺ ഗരം മസാലയും കൂടി ചേർക്കാം. 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്യാം. ചേർത്ത് കൊടുത്ത പൊടികളുടെയും പച്ചമണം മാറുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ചെറിയ തീയിൽ വെച്ചിട്ടാണ് ഇത് മിക്സ് ചെയ്യേണ്ടത്. ഇതെല്ലാം വെന്ത് പൊടികളുടെ പച്ചമണം എല്ലാം മാറി നല്ലൊരു കോമ്പിനേഷനിൽ ഇത് തയ്യാറായിട്ടുണ്ട്. ഈ ഒരു മസാലയാണ് നമ്മൾ കറിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുമ്പോൾ ഒരുപാട് എണ്ണ ഉപയോഗിക്കാതിരിക്കാൻ പറ്റും. അത് മാത്രമാണ് ബെനിഫിറ്റ് ഉള്ളത്. പിന്നെ നല്ല ടേസ്റ്റും ഉണ്ടാവും ഇതുപോലെ ചെയ്തെടുക്കുമ്പോൾ. നിങ്ങൾ ഒരു വട്ടം ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. ചിക്കനും കഷ്ണങ്ങളും വെന്ത് വരുമ്പോൾ അതിലേക്ക് 2 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയുടെ കൂടെ തന്നെ നേരത്തെ ആക്കി വെച്ചിട്ടുള്ള മസാല കൂടി ചേർത്ത് കൊടുക്കാം. മസാല ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്ത് നല്ലതുപോലെ ഒന്ന് തിളച്ച് വരണം. തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് 1-ാം പാല് ചേർത്ത് കൊടുക്കണം. അപ്പോഴാണ് ഇത് നന്നായി കുറുകി വരുന്നത്. ഇനി 1-ാം പാല് ചേർത്ത് കൊടുക്കുന്നതിൻ്റെ കൂടെ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കൂടി മിക്സ് ചെയ്താൽ നല്ല കുറുകിയിട്ടുള്ള ചാറായിട്ട് കിട്ടും. നല്ല ക്രീമി ആയിട്ടുള്ള നല്ല ടെക്സ്ചറുള്ള ഒരു കറിയായിട്ട് കിട്ടും കേട്ടോ. ഇതുപോലെ കോൺഫ്ലവർ ചേർത്ത് കൊടുത്താൽ ഇതിന് പകരം നിങ്ങളുടെ അടുത്ത് ക്രീം ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഫ്രഷ് ക്രീം ഉണ്ടെങ്കിൽ അതും ചേർക്കാം. ഒരു തേങ്ങാപ്പാൽ കോൺഫ്ലോർ മിക്സ് ചേർത്ത് കൊടുത്തിട്ട് ഒരുപാട് നേരം വെക്കേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് തന്നെ അത് കുറുകിയിട്ടുണ്ടാവും. നന്നായി ഒന്ന് ചൂടായി വന്നതിന് ശേഷം ഇതങ്ങ് ഓഫ് ചെയ്യാം.
ഏകദേശം ഒരു മണിക്കൂറിന് ശേഷം അപ്പത്തിൻ്റെ മാവ് നല്ലപോലെ പൊന്തി ഇതുപോലെ പതഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പവും ചുട്ടെടുക്കാം. അപ്പച്ചട്ടി നന്നായി ചൂടായതിന് ശേഷമാണ് മാവ് ഒഴിച്ചു കൊടുക്കേണ്ടത്. മാവ് ഒഴിച്ചതിന് ശേഷം ഇതുപോലെ കറക്കിയെടുക്കാം. കറക്കിയെടുത്തിട്ടും കുറച്ച് ഹൈ ഫ്ലെയിമിൽ തന്നെ കീപ്പ് ചെയ്യുക. ഹൈ ഫ്ലെയിമിൽ വെക്കുമ്പോഴാണ് അതിൽ ഹോൾസ് എല്ലാം വളരെ പെട്ടെന്ന് വരുന്നത്. മുഴുവനായിട്ട് ഇതുപോലെ ഹോൾസ് വന്നതിന് ശേഷം മാത്രം അടച്ച് വയ്ക്കാം. അടച്ച് വയ്ക്കുമ്പോൾ ചെറിയ തീയിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഒരു ലിഡ് ഉപയോഗിച്ച് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഒരുപാട് നേരമൊന്നും എടുക്കില്ല. ഏകദേശം ഒരു മിനിറ്റിലൊക്കെ ഇത് വെന്ത് വരും. വേവിച്ചെടുക്കുമ്പോൾ ഇത് ചെറിയ തീയിൽ വെച്ച് വേവിച്ചെടുക്കാം. അങ്ങനെ ചെയ്യുമ്പോൾ ചട്ടിയിലൊരു കറക്റ്റായിട്ടുള്ള ഹീറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അടുത്തടുത്തൊക്കെ നമ്മൾ ചുടുമ്പോൾ കറക്റ്റായിട്ട് വരാനിടയുണ്ട്. അല്ലെങ്കിൽ തീ കൂടുതലായിരിക്കും, ആ ചട്ടിയുടെ ചൂട് കൂടുതലായിരിക്കും. അതനുസരിച്ച് അപ്പം ചുട്ട് വരുമ്പോഴേക്കും വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഇതുപോലെ നല്ല ക്രിസ്പി ആയിട്ട് സൈഡൊക്കെ നല്ല മുരിഞ്ഞിട്ടുള്ള ഉള്ളൊക്കെ നല്ല പഞ്ഞ് പോലെ ഇരിക്കുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അപ്പമാണിത്. ഈ ഒരു അപ്പം ഒരുപാട് പുളിയില്ലാത്ത അപ്പമാണ്. തലേ ദിവസം നമ്മൾ ഫെർമെൻറ്റേഷന് വെക്കാത്തതുകൊണ്ട് തന്നെ ഒരുപാട് പുളിയൊന്നും ഇല്ലാത്ത നല്ല ടേസ്റ്റി ആയിട്ടുള്ള അപ്പമാണ്. ചെറിയൊരു മധുരം ഉണ്ടാവും. ഇനി അത്രയും മധുരം വേണ്ടാന്നുള്ളവർക്ക് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി. ഒരുപാട് പണിയില്ല. ആദ്യമേ നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് അപ്പത്തിന് അരച്ച് വെക്കുകയാണെങ്കിൽ ബാക്കിയുള്ള പണികളൊക്കെ കഴിയുമ്പോഴേക്കും നമുക്ക് അപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് തയ്യാറാക്കിയെടുക്കാം. ഇതിൻ്റെ കൂടെ ഏത് കറി വേണമെങ്കിലും നമുക്ക് കോമ്പിനേഷനായി കഴിക്കാം. ചിക്കൻ സ്റ്റൂ നല്ലൊരു കോമ്പിനേഷനാണ്. ഈ ഒരു കറി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് രണ്ടും നല്ല അസല് ടേസ്റ്റി കോമ്പിനേഷനാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. റെസിപ്പീസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനിയും നല്ല നല്ല ഇൻട്രസ്റ്റിംഗ് റെസിപ്പി ആയിട്ട് കാണാം. അതുവരേക്കും താങ്ക് യു.